ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടൊരു ഇൻട്രോ അല്ലേ, അത് നിങ്ങൾക്ക് എങ്ങനെ കൈൻ മാസ്റ്റർ കൂടെ എഡിറ്റ് ചെയ്യാം എന്ന് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻ മാസ്റ്റർ എടുക്കുക, ഹെഡ്ഫോൺ എടുക്കുക. എൻ്റെ പണിപ്പാട്. നിങ്ങൾ കൈൻ മാസ്റ്റർ എടുക്കുക. ലോഡാവട്ടെ. നമ്മുടെ 78 സബ്സ്ക്രൈബേഴ്സ്, താങ്ക് യു. അപ്പം നിങ്ങൾക്ക് എത്ര സൈസിലാണ് വീഡിയോ എടുക്കണമെന്ന് നിങ്ങൾക്കിപ്പോൾ വേണം. അക്സെപ്റ്റ് റേറ്റിയോ അഡ്വാൻസ് ഞാനിപ്പം കൊടുക്കുന്നത് യൂട്യൂബിൻ്റെ അത് തന്നെയാണ്. ഓക്കെ ഗൈസ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആപ്പ് എടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിച്ച ആപ്പ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. എൻ്റെ ഇവിടെ തൊട്ട് താഴെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇൻട്രോ മേക്കർ ആർട്ട്. ആ ഒരു ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ഇൻട്രോ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നതല്ല. എന്നിട്ട് നിങ്ങളായിരിക്കുന്ന ഒരു ഇമേജിൽ ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളതെടുക്കുക. എന്നിട്ട് നിങ്ങൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഫോട്ടോ എടുക്കാനായിരുന്നു പറയും. ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇനി ഇത് ഫുള്ള് വന്നില്ലെന്ന് തോന്നില്ലേ. ഗൈസ്, ഞാനിത് ഫുള്ളൊന്ന് കണ്ടു നോക്കട്ടെ, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഗൈസ്, വേറെ സീനൊന്നുമില്ല, എൻ്റെ കുഴപ്പമാണ്, റെക്കോർഡിങ് ആപ്പിൻ്റെ കുഴപ്പമാണ്. അപ്പം നമുക്ക് എന്തായാലും ഇനി ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇവിടെ അത് ഇതിനകത്ത് വന്നത്. അപ്പം അതിന് നിങ്ങൾ തെറ്റിപ്പോയി. നിങ്ങൾ മീഡിയ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം അതിലല്ല നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്, എനിക്ക് തെറ്റുപറ്റി. നിങ്ങളിവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയയിൽ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങൾക്കൊരു വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓക്കെ, നിങ്ങളൊരു ഫോട്ടോ നിങ്ങൾ എടുക്കുക. പക്ഷേ ഫോട്ടോ അറ്റത്തങ്ങ് വന്നുപോയി, കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാം. നമുക്ക് നീട്ടി വലിച്ച് അപ്പുറത്തോട്ട് എടുത്തിട്ടൊന്നും. അപ്പം നിങ്ങൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഞാനിപ്പം സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഈ ഒരു വട്ടത്തിൻ്റെ അത് ബ്ലാക്ക് ഇമേജ് ഈ ഇരിക്കുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പം ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കുഴപ്പമില്ല. നിങ്ങൾക്ക് ലാഗ് അടിച്ചിട്ടായിരിക്കും കാണുന്നത്, കാരണം ഈ റെക്കോർഡിങ്ങിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഇനി നിങ്ങൾ എന്തെങ്കിലും ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഫോട്ടോയിൽ. എന്നിട്ട് ആനിമേഷൻ ഫെയ്ഡ്. ഓക്കെ, അതിലിങ്ങനെ വരും. നിങ്ങൾക്കിവിടെ പോപ്പെന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഉള്ളിലോട്ട് പോപ്പായിട്ട് വരും. അപ്പം ഇങ്ങനെ ഒരു ആനിമേഷൻ നമുക്ക് എടുക്കാം. അത് ഫസ്റ്റ് കാണിച്ചതല്ലല്ലേ, ഫസ്റ്റ് കാണിച്ചത് ഞാൻ പോപ്പല്ല ഞാൻ കാണിച്ചത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ പോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആനിമേഷൻ എടുക്കാം. ഞാനിപ്പോൾ നേരത്തെ എടുത്ത പോലത്തെ അല്ല ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഓവറാൾ ആനിമേഷൻ അതിന് മുമ്പ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ലെയർ മീഡിയയിൽ പോകുക, ലെയറിൻ്റെ മീഡിയയിലേക്ക് പോകുക. പ്ലസ് നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സാധനമല്ലേ, ഞാൻ ഈ വീഡിയോയും കൈൻ മാസ്റ്ററിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾ നോക്കണം. അപ്പം ഞാനിപ്പോൾ എൻ്റെ പഴയ ലോഗോ എടുത്തിട്ടുണ്ട്. ഇപ്പം
അതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ പകുതി ഭാഗം ഇവിടെ കിടക്കുന്ന കാണാൻ പറ്റുക. നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് അതിൽ നീക്കി പിടിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നിങ്ങൾ കണ്ടില്ലേ, അത് മഴ പോലെ വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് ആ ഒരു ആനിമേഷൻ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാം. നമുക്ക് ഈ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഔട്ട് ആനിമേഷനിൽ പോവുക. എന്നിട്ട് നിങ്ങൾ അതിൽ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഔട്ട് ആനിമേഷൻ അല്ല, എനിക്ക് ഇങ്ങനെയൊന്നും ഒരു പ്രശ്നം പറ്റും, മറന്നുപോയി. അപ്പോൾ നിങ്ങളിനി ഓവറാൾ ആനിമേഷനാണ് പോകുന്നത്. അതെ, ഓവറാൾ ആനിമേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ഇത് മഴ പോലെ. അതിന് മുമ്പ് ഇതിൻ്റെ സൈസ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. സൈസ് കുഴപ്പമില്ല. ഇതൊക്കെയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ആനിമേഷൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്തേക്കാം. ഇതിങ്ങനെ വെച്ചിട്ട് എങ്ങനെ എടുക്കുന്നത്? ഓക്കെ, നമുക്ക്